വിവാഹബാഹ്യമായ ബന്ധം ഒരു മന്ത്രിക്കുണ്ടായി എന്ന് അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യ തന്നെ ആരോപിക്കുന്നു. അതേ ചൊല്ലി കശപിശയുണ്ടായി, പോലീസിൽ പരാതി കൊടുത്തു, പോലീസ് ഒന്നും ചെയ്തില്ല. നിയമം നിയമത്തിന്റെ വഴിക്കല്ലേ പോകൂ, സാധു മനുഷ്യരുടെ വഴിക്ക് പോകില്ലല്ലോ. ഇതേ പരാതി ഇദ്ദേഹത്തിനെ പറ്റി ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ 10-12 വർഷം മുമ്പ് ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഞാനിത് കേട്ടപ്പോഴും അത് അതിൻ്റെ പാട്ടിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ സംസാരിക്കണം എന്ന് എനിക്ക് തോന്നാൻ കാര്യം, ഈ മന്ത്രി ഗണേഷ് കുമാറാണല്ലോ ഇതിൽ കഥാപാത്രം. ഗണേഷ് കുമാർ പറഞ്ഞു ജവഹർലാൽ നെഹ്റുവിന് ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഗാന്ധിയെ ആൾക്കാർ വെറുതെ വിടുന്നില്ല, പിന്നെയാണോ എന്നെ? ഗാന്ധിയെ ഞാൻ വിടുന്നു. കാരണം ഗാന്ധി ഈ ഗണേഷ് കുമാർ ചെയ്ത കുറ്റം ചെയ്തു എന്ന് ആരും ആരോപിച്ച് കേട്ടിട്ടില്ല. പക്ഷെ നെഹ്റു അങ്ങനെയല്ല. നെഹ്റു ഒരു ഗണേഷ് കുമാർ ആയിരുന്നു, അഥവാ ഗണേഷ് കുമാർ ഒരു നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ആളാണ്, മരിക്കുന്നതുവരെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിനും ഇതുപോലെയുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പിന്നെയും പിന്നെയും വോട്ട് കിട്ടിക്കൊണ്ടിരുന്നു, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വോട്ട് കിട്ടിക്കൊണ്ടിരുന്നു. വോട്ട് കിട്ടുന്നത് വേറൊരു സ്കില്ലാണ്, അതൊരു കലയല്ലേ. അപ്പോൾ ഗണേഷ് കുമാർ പറയുന്നത് എന്നെ പത്തനാപുരത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നു, അപവാദങ്ങൾ വരുംതോറും എൻ്റെ ഭൂരിപക്ഷം കൂടിക്കൂടി വരുന്നു. അതുകൊണ്ട് ഈ അപവാദങ്ങളൊക്കെ നല്ല കാര്യമാണെന്നാണ് ഗണേഷ് കുമാർ ധരിക്കുന്നത്. ഇതില് ഭാര്യ എന്നാണ് പറഞ്ഞതാണോ ഗണേഷ് കുമാർ എന്നാണ് പറഞ്ഞതാണോ നമുക്കൊന്നും അറിയില്ല. ഭാര്യ പറയുന്നു അവരുടെ എവിഡൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നു. ബട്ട് ഗോയിങ് ബൈ ദ ഹിസ്റ്ററി ഓഫ് ദിസ് മിനിസ്റ്റർ, ഐ ആം ഇൻക്ലൈൻഡ് ടു ബിലീവ് ഹിസ് വൈഫ്, നോട്ട് ഹിം. ഭാര്യ പറയുന്നതാണ് സത്യമെന്ന് വിശ്വസിക്കാൻ എനിക്ക് തോന്നുന്നു. കാരണം ഗണേഷ് കുമാറിന്റെ പൂർവ്വകാല ചരിത്രം അതിനെ സാധൂകരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. എന്നാലും പോലീസിന്റെ വീഴ്ച നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ സാധ്യമല്ല. പിണറായി വിജയൻ പരാജയത്തിന്റെ ഒരു സ്റ്റെപ്പ് കൂടെ താഴത്തേക്ക് ഇറങ്ങിയിരിക്കും. ഞാൻ പിണറായി വിജയൻ 3-ാം സ്ഥാനത്തും 3-മതും വരും എന്ന് പറയാൻ പിണറായി വിജയന്റെ മഹത്വം കൊണ്ടല്ല, ഇനി നീ അറിഞ്ഞില്ല എന്ന് പറയരുത്, പ്രതിപക്ഷത്തിന്റെ വീക്ക്നെസ് കൊണ്ടാണ്. UDF ആൻഡ് NDA പുട്ട് ടുഗദർ, ദേ ആർ വീക്ക്, ദേ ആർ സ്റ്റിൽ വീക്ക്. ഇപ്പോഴും അവർ വീക്കാണ്. പക്ഷെ അതിലും വീക്കാവാൻ പിണറായി വിജയൻ തയ്യാറായാൽ നമ്മൾ എന്ത് ചെയ്യും? ഇന്ദ്രനും ചന്ദ്രനും പേടിയില്ലാത്ത പിണറായി വിജയന് മമ്മൂട്ടിയെ പേടിയുണ്ടെന്ന് മനസ്സിലായില്ലേ? ഞാൻ മാത്രല്ല, ശംഖുമാമൻ അറിഞ്ഞു, പിന്നെ പലരും അറിഞ്ഞു വരുന്നു, അറിയാത്തവരൊക്കെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പിണറായി വിജയൻ പരസ്യമായി ക്ഷമായാചന ചെയ്യുന്നത് ഒരു മമ്മൂട്ടിയോട്. അബദ്ധം പറ്റിപ്പോയതാ, ആർക്കായാലും ഒരബദ്ധമൊക്കെ. ദുനിയ ഝുക്തി ഹെ, ഝുക്കാനേ വാല ചാഹിയെ എന്ന് ഹിന്ദിയിൽ പറയാറുണ്ട്. ലോകം തലകുനിക്കും, കുനിപ്പിക്കുന്നവനും ഉണ്ടാവണം. അങ്ങനെ ലോകം കീഴടക്കിയ പിണറായി വിജയന്റെ തല കുനിപ്പിക്കാൻ ഒരു മമ്മൂട്ടിക്ക് സാധിച്ചു. കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിപ്പിക്കുന്ന രീതി നല്ലൊരു രസം തന്നെയാണല്ലേടാ ചന്തു. മമ്മൂട്ടിയുടെ മുമ്പിൽ ക്ഷമ പറയേണ്ടി വന്നു. ഇതെല്ലാം മിസ്റ്റർ പിണറായി വിജയൻ അങ്ങയുടെ പരാജയം ആരംഭിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.